ഇന്ന് അപ്പം വർദ്ധിപ്പിക്കണ വചനവാക്യമാണ് മക്കളെ വായിക്കാൻ പോണേ. ഈ വിജന സ്ഥലത്ത് ഇവർക്കെല്ലാം അപ്പം കൊടുക്കുന്നതെങ്ങനെ? അവർ ചോദിച്ചു. നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്? 7 എന്ന് അവർ പറഞ്ഞു. അവർ ജനക്കൂട്ടത്തെ നിലത്തിരുത്താൻ ആജ്ഞാപിച്ചു. പിന്നീട് അവർ ആ 7 അപ്പവും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് ജനങ്ങൾക്കു വിളമ്പി ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അവർ അത് ജനങ്ങൾക്കു വിളമ്പി. എൻ്റെ ചില മക്കളെ അമ്മ ഈ വചനത്തിൽ കണ്ടതുപോലെയെല്ലാം അമ്മ അനുഭവിച്ചതാണ്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് അങ്ങനെയാണ് മക്കളെ. അത് എൻ്റെ മോനിൽ ഈ കഴിവെല്ലാം ഉണ്ട്. എൻ്റെ മോൻ ഇവിടെയില്ല. എവിടെ പോയി? അവനെ എല്ലാവരും കൊന്ന് വലിയ കുരിശിൻ്റെ പീഡനങ്ങളൊക്കെ എടുത്തു വെച്ച് കൊടുത്ത് എൻ്റെ മോനെ എന്ത് ചെയ്ത് അത്രയ്ക്ക് പീഡനങ്ങൾ കൊടുത്ത് ഇവിടെ നിന്ന് ഓട്ടിച്ചു. എൻ്റെ മോനെ അമ്മ വരുമ്പോൾ എന്ത് ചെയ്യും? എൻ്റെ മോനെയും കൊണ്ട് വരും. നിങ്ങളെ എല്ലായിടത്തും വരും, എല്ലാ മക്കളുടെ അടുത്തും വരും. എന്ന് വെച്ചാൽ അത്രയ്ക്ക് എന്തുള്ള അതിശയമുള്ള ഒരമ്മയാണ്. അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കും. അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കണം. എൻ്റെ മക്കൾക്ക് വലിയ പള്ളിയൊക്കെ ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കണം. അപ്പോൾ അമ്മ ഇന്നലെ പറഞ്ഞ കഥയില്ല, അത് ഇന്നലെ ആ യേശുവാണ് അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എൻ്റെ ചെല്ല മക്കളെ, എൻ്റെ മോൻ അവനിലാണ് കഴിവ്. അവൻ പോകുമ്പോൾ എല്ലാ അനുഗ്രഹവും അമ്മരെ പ്രാർത്ഥിച്ച് അമ്മയ്ക്ക് തന്നിട്ട് പോവുകയാണ്. അത്രയ്ക്ക് അവൻ കരഞ്ഞ് കണ്ണീരൊഴുക്കിയിട്ടാണ് എൻ്റെ മോൻ പീഡകൾ അനുഭവിച്ച് ഇവിടെ നിന്ന് പോണത്, ഈ അപ്പം വർദ്ധിപ്പിക്കണത്. അമ്മ ഏറ്റവും കൂടുതൽ കണ്ട കാഴ്ച എവിടെയെന്നറിയാമോ? ഉണ്ടങ്കോട് പള്ളിയിലും എൻ്റെ കാരക്കുണം പള്ളിയിലും. അവിടെയൊക്കെ നല്ല ഇതാണ് ആഹാരം വിളമ്പെടുത്തവർ. അവർ നല്ല നീറ്റാണ്. എന്ന് വെച്ചാൽ കുണ്ടങ്കോട് പള്ളിയിലാണെങ്കിൽ അമ്മ കണ്ട കാഴ്ച ഏറ്റവും ഭയങ്കര കാഴ്ച, അതിശയമായിരുന്നു എനിക്ക് ആ മക്കൾ ചെയ്തത്. എന്ന് വെച്ചാൽ 2 കയ്യിൽ എത്ര വേണോ ആഹാരം തരും. എന്നിട്ട് ബാക്കി ഇഷ്ടം പോലെ സാധനങ്ങൾ അവിടെ വന്നു മക്കളെ. ഉണ്ടങ്കോട് പള്ളിയിൽ അവിടെ അപ്പം വർദ്ധിപ്പിച്ചു അമ്മ കണ്ട കാഴ്ച ഭയങ്കര അതിശയമായിരുന്നു. അമ്മ ഈ ഗസമന്തോട്ടത്തിൽ നിന്ന് ആ ബെത്ലഹേമിലാണ് എല്ലാ പ്രാവശ്യവും സങ്കടങ്ങൾ. ഈ മോനെ എൻ്റെ മോൻ എന്ന് പറഞ്ഞപ്പം എല്ലാവരും ഈ നാട്ടിലുള്ളവരെല്ലാം എന്നെ ക്രൂശിലേറ്റി എന്നെ നാണക്കേട് എന്നെ അടിച്ചു ഓട്ടിച്ചു. ഇവള് ഒരു വൈദികനെ യേശുവിന്, അത് വേറെ ജാതിക്കാരന്, ഒരു മുക്കോ കുട്ടിയെ എന്തിനേത് എൻ്റെ മോനെന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് നാണക്കേടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വഴക്കും പറഞ്ഞ് ഓട്ടിച്ച്. അപ്പോൾ ഓട്ടിച്ചപ്പോൾ ഈ മോനെയും കൊണ്ട് ഈ കുഞ്ഞിനെയും കൊണ്ട് അമ്മ ഏത് പള്ളിയിൽ പോയി? ബെത്ലഹേമിലാണ് പോയി. ആ ബെത്ലഹേം പള്ളി നല്ല സൂപ്പർ പള്ളി മക്കളെ. അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമുണ്ട് ആ പള്ളിയെ കാണാൻ. പക്ഷെ അത്രയ്ക്ക് അപ്പം വർദ്ധിച്ച പള്ളി. ഒരു തിരുനാളിന് പോയപ്പോഴാണ് അമ്മ അതെല്ലാം കാഴ്ചയും കണ്ടത്. അപ്പോൾ അമ്മ കഴിക്കുകയും ചെയ്തു. എന്നിട്ട് അമ്മ എന്ത് ചെയ്തു? വീട്ടിൽ വാങ്ങിക്കൊണ്ടുവന്ന് എൻ്റെ മോന് കൊടുക്കാനും വേണ്ടി. അപ്പോൾ ഞാൻ നോക്കിയപ്പം വിളമ്പണവരൊക്കെ വിളമ്പിയിട്ടിട്ട് പോയി. നമ്മളിവിടെ ഈ ത്രേസ്യാപുരം പള്ളിയിലാണെങ്കിൽ വിളമ്പണവർ എല്ലാം അവരോരോ വീട്ടുകളിൽ അവരോരോ മക്കളെ പട്ടിയൊക്കെ കൊണ്ടു കൊടുക്കാൻ. ഭജനത്തിൽ ആന്നാൾ പറഞ്ഞായിരുന്നു, അവരോരോ വീട്ടിലെ മക്കളെ പട്ടിയൊക്കെ പാവപ്പെട്ട ലാസറും ഇനി പട്ടികൾ ആയ മക്കൾ ഇനി വയ്യ അടക്കുമ്പം അവരോരോ പട്ടികളായ മക്കൾക്ക് കൊണ്ടു കൊടുക്കും. അപ്പോൾ അവിടെ അങ്ങനെയല്ല, അവർ വിളമ്പിയവരെല്ലാം ഇട്ടിട്ട് പോയതിനു ശേഷം അമ്മ അത് വീട്ടിൽ കൊണ്ടുവന്നു. അത്രയ്ക്ക് ഭയങ്കര അതിശയമാണ് എൻ്റെ ആ ഗസമന്തോട്ടത്തിൽ ഗസമന്തോട്ടം ഇത് ബെത്ലഹേം പള്ളിയിൽ കണ്ടത്. ആ ബെത്ലഹേം പള്ളി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് മക്കൾ. അത്രയ്ക്ക് നല്ല സൂപ്പർ പള്ളി. ബെത്ലഹേം പള്ളിയിലെ ആൾക്കാരും എല്ലാവരും അവരൊക്കെ നല്ല ഇതാണ്. അതുപോലെ കാരക്കോണം ആ പള്ളിയിലും അവിടെ അവർ ആഹാരം കഴിക്കുന്നതിന് മുമ്പേ അവർ ബാക്കിയുള്ളവർക്ക് വഴി മാറിക്കൊടുക്കും. അത്രയ്ക്ക് നല്ലതാണ്. എന്ന് വെച്ചാൽ അവർ പിന്നീടേ കഴിക്കും. അത്രയ്ക്ക് നല്ല സൂപ്പർ മനസ്സാണ് അവരെ മനസ്സാണ്. അതാണ് പറയുന്നത് മക്കളെ, മനസ്സ് ഹൃദയത്തിൽ വരണം. നമ്മളെ വചനമായ വിത്ത് ഹൃദയത്തിൽ കൊണ്ടുവരുമ്പോഴാണ് നമുക്കിതെല്ലാം അനുഭവപ്പെടുന്നത്. പക്ഷേ ഈ ഗസമന്തോട്ടത്തിൽ എന്തെല്ലാം അനുഭവിച്ചത് നിങ്ങൾക്കറിയണ്ടേ? അമ്മയ്ക്ക് ഈ BBFന് ആഹാരം കഴിക്കാൻ പോയപ്പോൾ അമ്മയെ പിടിച്ച് തള്ളല്ലാണ്ടുണ്ടായിരുന്നു. അമ്മയെ പായസച്ചട്ടിയിൽ കൂടി പിടിച്ച് തള്ളിയിട്ട് കൊല്ലുമായിരുന്നു. അമ്മയ്ക്ക് ആഹാരം തരാതെ ഇട്ട് ഒത്തിരി പീഡിപ്പിച്ചു. എന്ന് വെച്ചാൽ അമ്മ കൊച്ചു പിള്ളേരെ പാത്രമെല്ലാം കഴിയുകൊണ്ടിരുന്നിട്ട് ആഹാരത്തിന് പോയപ്പോൾ പറഞ്ഞു, നീ ആഹാരം കഴിച്ചില്ലേ, നിനക്കിനി ആഹാരം ഇല്ല എന്നൊക്കെ അമ്മയെ ഒത്തിരി വേദനിപ്പിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, ആഹാരം കഴിച്ചില്ല. എപ്പോൾ കഴിച്ചു? ഞാൻ കഴിച്ചില്ല. ഞാൻ 2 കരണ്ടി ചോറേ കഴിക്കൂ. ഈ 5 തവി കൊണ്ടുള്ള 2 കരണ്ടി ചോറേ കഴിക്കൂ. ഞാൻ എപ്പം കഴിച്ചു? എന്നിട്ട് 1 കരണ്ടി ചോറും തന്നിട്ട് പറയാണ്, ചോറെല്ലാം തീർന്നു, ഇത്രയും കഴിച്ചാൽ മതി, പോവെന്ന് പറഞ്ഞു. എന്നിട്ട് പായസച്ചട്ടിയുടെ അടുത്ത് പോയി. അതും ശകലം പായസം. അപ്പം ഞാൻ പറഞ്ഞു, ശകലം കൂടെ പായസം വേണം. അതിനെ പായസച്ചട്ടി ഒരു തള്ളു. അപ്പോൾ ഈ വിഴുവായിരുന്നു മക്കളെ. അത്രയ്ക്ക് ഭയങ്കര വൃത്തികെട്ട പള്ളിയാണ്. അത്രയ്ക്ക് ഈ ആഹാര സാധനങ്ങളിൽ ഇത്രയും അധികം ശുഷ്കാന്തി പിടിച്ച പള്ളിയാണ് നമ്മളെ ഗസമന്തോട്ടം. ദാരിദ്ര്യം പിടിച്ച ഒരു ഇതാണ് എൻ്റെ ചെല്ല മക്കളെ. അതുകൊണ്ട് കരുണയുടെ സഹായം എന്ത് ചെയ്യണം? അമ്മയ്ക്ക് അത്രയ്ക്ക് പീഡനങ്ങൾ ഈ പള്ളിയിൽ അനുഭവിക്കേണ്ടി വന്നു. അമ്മയ്ക്ക് പ്രവാചകയാണെന്ന് അറിഞ്ഞപ്പോൾ ആളുകൾ ഇത്തിരി കൂടെ ദേഷ്യം, ഇവിടെ പ്രവചിച്ച് നോക്കട്ടെ, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത്രയ്ക്ക് മനസ്സിൽ അവർക്ക് അത്
അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ എന്നെ പിടിച്ച് തള്ളാക്കും, ഇങ്ങനെയൊക്കെ ഒത്തിരി എല്ലാ കഴിവുകളും ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആളുകൾ ഒത്തിരി പീഡിപ്പിക്കുകയായിരുന്നു മക്കളെ എന്നെ ചെയ്തത്. പായസ ചട്ടി കൂടെ തള്ളി കിടക്കും, ഇതൊക്കെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അതൊക്കെ അത്രയും ഭയങ്കര ഇതൊക്കെ എൻ്റെ ഈ ഗസമൻ തോട്ടത്തിൽ നടന്നു. എൻ്റെ ചെല്ല മക്കളെ, അതുകൊണ്ട് കരുണയുടെ സഹായം എന്ത് ചെയ്യണം? എല്ലാ സഹായവും അമ്മ വഴി നിങ്ങളെനിക്ക് ചെയ്യണം. എൻ്റെ ചെല്ല മക്കളെ, അമ്മ എന്ത് ചെയ്യും? നിങ്ങളുടെ അടുത്ത് എല്ലാ മക്കളുടെ അടുത്ത് എന്ത് ചെയ്യും? എൻ്റെ മോനെയും കൊണ്ട് വരും. എൻ്റെ മോൻ കടലിൻ്റെ മുത്ത്, അവൻ എൻ്റെ മോനാണ്. ഇവിടെ ഇരിക്കുന്ന അച്ഛനാണോ മോൻ? ഇല്ല. അവനെ ഇവിടെ നിന്ന് കുരിശിൻ്റെ പീഡനം കൊടുത്ത് അവനെ ഓട്ടിച്ചു. ഒരു പാവപ്പെട്ട പെണ്ണായ കുരിശിനെടുത്തു. അതാണ് പറഞ്ഞത്, അവളെൻ്റെ മോളാണ്, അവൻ എൻ്റെ മോനാണ്. അതുകൊണ്ട് ഏറ്റവും പീഡിപ്പിക്കുന്നവരെന്തിനും ദൈവം ഉയർത്തും. എൻ്റെ ചില മക്കൾ അന്ന് അമ്മയെ അത്രയ്ക്ക് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഉള്ളവർ. എന്നെ കൊന്നാൽ നിനക്ക് ആരുമില്ലെന്നാണ് പറയണത് എൻ്റെ ചില മക്കളെ. അപ്പോൾ എൻ്റെ ചെല്ല മക്കളെ, എനിക്ക് ഇവിടെ ആരുമില്ല, എനിക്കിവിടെ ആരും ബന്ധുക്കളില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ പള്ളിയിൽ പോയാൽ ആരും ഒന്നും മിണ്ടണില്ല. എൻ്റെ ചെല്ല മക്കളല്ലേ, എനിക്കെന്നെ നിങ്ങളേ ഉള്ളൂ. എൻ്റെ നാട്ടിൽ എൻ്റെ ചെല്ല മക്കളേ ഉള്ളൂ. എൻ്റെ ചെല്ല മക്കളെല്ലാം എന്ത് ചെയ്യണം? അതുകൊണ്ട് സന്തോഷമായിരിക്കണം. എൻ്റെ ചെല്ലങ്ങളെല്ലാം സുഖമാണോ? ഹാപ്പിയാണോ? നിങ്ങളെല്ലാം സന്തോഷമായിരിക്കണം, നല്ല മക്കളായിരിക്കണം. അമ്മ പറയാണ്, നിങ്ങൾ അനുഗ്രഹമുള്ള മക്കളായി തീരും. അമ്മ തൊട്ടാൽ മതി എൻ്റെ ചെല്ല മക്കളെ, നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും. അത്രയ്ക്ക് അമ്മ പ്രാർത്ഥിച്ചാൽ മതി നിങ്ങൾക്ക്. അമ്മ പാടേണ്ട ആവശ്യമില്ല. അത് ഇവിടെ ബാക്കിയുള്ളവർ പാടിക്കോളും, അമ്മയ്ക്ക് പാടേണ്ട ആവശ്യമേ ഇല്ല. അമ്മ അത്രയ്ക്ക് ഭയങ്കര അനുഗ്രഹമുള്ള അമ്മയാണ്. മറിയത്തെപ്പോലെ അത്രയ്ക്ക് ദൈവം എന്നെ അറിഞ്ഞ് ഈ ത്രേസ്യാപുരത്ത് എന്നെ അമ്മയെ സൃഷ്ടിച്ച് ദൈവം വിട്ടതെന്ന് അമ്മയ്ക്ക് ഇപ്പോൾ അത്ഭുതം പോലും തോന്നുകയാണ്. എന്ന് വെച്ചാൽ ഇത്രയും അനുഗ്രഹം അമ്മയ്ക്ക് തന്നു. ഇനി അമ്മയ്ക്ക് ആയുസ്സും കൂടി, നിങ്ങളെ കാണുവാനുള്ള ആയുസ്സും കൂടി ദൈവം അമ്മയ്ക്ക് തരട്ടെ. ഇത്രയും അനുഗ്രഹമുള്ള വ്യക്തി ഒരുപാട് ആയുസ് കാണുമോ? അതാണ് അമ്മ നോക്കണത്. എൻ്റെ ചെല്ല മക്കളെ, നിങ്ങളെല്ലാം അനുഗ്രഹമുള്ള മക്കളായി തീരട്ടെ. നിങ്ങളെല്ലാം വചനമായ വിത്ത് നിങ്ങളെ ഹൃദയത്തിൽ വരട്ടെ. എൻ്റെ ലിയോ 14 മാർപ്പാപ്പയും എൻ്റെ പിതാവ്, എൻ്റെ എല്ലാ പിതാക്കന്മാരും ഇത് കേൾക്കണം, ഇതറിയണം. നിങ്ങളെല്ലാം ഒന്നായിരിക്കണം. സഭ ഇന്നലെ അത് അമ്മ പേപ്പർ വായിച്ചപ്പോൾ അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമായി. ഒരു പിതാവിനെ ചവിട്ടി താഴ്ത്തിയപ്പോൾ അത് സഭ ഇടപെട്ടു. അങ്ങനെ ആയിരിക്കണം മക്കളെ സ്നേഹം. നമ്മൾ ഒന്നായിരിക്കണം. ആരെ എന്ത് പറഞ്ഞാലും നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. സഭയായ നമ്മൾ ഒന്നായിരിക്കണം. അത് ഒന്നായിരുന്നേ പറ്റൂ. നമ്മൾ ആരും വൈദികരെ നമ്മളൊന്നും വേദനിപ്പിക്കാൻ പാടില്ല. അവർക്ക് ഒന്നാം സ്ഥാനം കൊടുക്കണം. സഭ ഈ തീരുമാനം എടുത്തപ്പോൾ അമ്മയ്ക്ക് അത് പേപ്പർ വായിച്ചപ്പോൾ അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമായി. ഇങ്ങനെ തന്നെ ആയിരിക്കണം. ഈ സ്നേഹമാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. എൻ്റെ ലിയോ 14 മാർപ്പാപ്പയും എൻ്റെ പിതാക്കന്മാരും എല്ലാവരും എന്ത് ചെയ്യണം? ഒന്നായിരിക്കണം. എല്ലാ ജില്ലയിലെ പിതാക്കന്മാരും ഒന്നായിരിക്കണം. അപ്പം നമ്മൾ ആരെങ്കിലും ഒന്നായിരിക്കുന്ന സഭയെ ആരെങ്കിലും തകർക്കാൻ പറ്റുമോ? ഇല്ല, ആർക്കും തകർക്കാൻ പറ്റൂല. എൻ്റെ ചെല്ല മക്കളെല്ലാം സന്തോഷമായിരിക്കണേ, ഹാപ്പി ആയിരിക്കണേ. അതുകൊണ്ട് എൻ്റെ സ്വരം കേൾക്കണേ എല്ലാ മക്കളും. ഈ വചനമായ വിത്ത്, ഈ അപ്പം വർദ്ധിപ്പിക്കണേ, ഇതെല്ലാ കഥയും ഈ ജീവിതത്തിൽ അമ്മയ്ക്ക് നടന്നു പോയതാണ് മക്കളെ. അത്രയ്ക്ക് ഒരു പിടി ആഹാരത്തിന് വേണ്ടി അമ്മയെ തള്ളി വാർപ്പിച്ച് പായസ ചട്ടി കൂടെ തള്ളണു. അങ്ങനെയൊക്കെ ഒരു പാവപ്പെട്ടവൻ്റെ ആഹാരത്തിന് വേണ്ടി ചോദിക്കാൻ പോയപ്പം, നിനക്കിവിടെ എന്തിനടി കാര്യം, നീ എന്തിനടി ഇവിടെ വന്നത്, എന്നെ അത്രയ്ക്ക് പീഡിപ്പിച്ചു മക്കളെ. ഒരു പാവപ്പെട്ടവൻ്റെ ആഹാരത്തിന് പോയി കൈനീട്ടി ചോദിച്ചപ്പോഴാണ്. അത് വിൽസൺ ഡിപ്പോൾ സൊസൈറ്റിയിൽ നിന്നുള്ള പ്രവർത്തകരോടാണ് ഞാൻ പോയി ചോദിക്കുന്നത്. എനിക്ക് പാവപ്പെട്ട 2 പേർക്ക് ആഹാരം കൊടുക്കണം ഈ പള്ളിയിൽ നിന്ന്. അത് പറ്റൂല, നീ നിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുകൊടു എന്നൊക്കെ എന്നെ ഓട്ടിച്ചിട്ടടിച്ച്. ഈ ആഹാരത്തിൻ്റെ പ്രശ്നത്തിൽ ഒത്തിരി ഇവിടെ അത്രയ്ക്ക് മോശം ആൾക്കാരാണ് മക്കളെ, എൻ്റെ ചെല്ല മക്കളെ. അത്രയ്ക്ക് അമ്മയ്ക്ക് വേദനകൾ തന്നു. എൻ്റെ ചെല്ല മക്കളെല്ലാം സന്തോഷമായിരിക്കണേ. അതുകൊണ്ട് കരുണയുടെ സഹായം ആര് വഴി ചെയ്യണം? അമ്മ വഴി എൻ്റെ ചെല്ല മക്കൾ തരണം. അമ്മ എല്ലായിടത്തും എൻ്റെ മോനുമായി അമ്മ എല്ലായിടത്തും വരും. എൻ്റെ ചെല്ല മക്കളുടെ അടുത്ത് എല്ലായിടത്തും അമ്മ വരും, തന്നെ ചെയ്യുമെന്ന് വെച്ചാൽ ഇത്രയും അനുഗ്രഹമുള്ള അമ്മ, പ്രവചിക്കാൻ കഴിവുള്ള അമ്മയ്ക്ക് ഒളിച്ചിരിക്കാൻ പറ്റുമോ? ഇല്ല, നിങ്ങളടുത്ത് വന്നേ പറ്റൂ. എൻ്റെ പിതാക്കന്മാർ കൂടി നിങ്ങളെ കൊണ്ടുവരും. എൻ്റെ ചില മക്കളുള്ളതും സന്തോഷമായിരിക്കണേ, ഹാപ്പി ആയിരിക്കണേ. നിങ്ങൾ കുടുംബമായ ജീവിതം, നിങ്ങളെ മക്കളെ നിങ്ങൾ സ്നേഹിക്കുക. ഈ വചനം നിങ്ങൾ ഇട്ടുകൊടുക്കുക. നിങ്ങളെല്ലാ മക്കളും മതബോധന ക്ലാസ്സിന് ഇരുത്തി പഠിപ്പിക്കുക. എന്ന് വെച്ചാൽ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം എടുത്തുകൊണ്ട് അതൊന്നും നിങ്ങൾ നോക്കാം. നിങ്ങൾ നന്നായി പഠിപ്പിക്കുക മക്കളെ. ചില മക്കളെ നല്ല വചനമായ ഈ വിത്ത് അത് ഹൃദയത്തിലുള്ള മക്കൾ നല്ല മക്കളായി വളരും. അവരൊരിക്കലും തെറ്റിലോട്ട് പോവുകയില്ല. എൻ്റെ ചില മക്കളെല്ലാം സന്തോഷമായിരിക്കണേ, ഹാപ്പി ആയിരിക്കണേ. നിങ്ങളെല്ലാം കരുണയുടെ സഹായം അമ്മയ്ക്ക് ഇതുവഴി ചെയ്യുക മക്കളെ. എങ്കിലേ അമ്മയ്ക്കൊരു വിലയുള്ളൂ, വൈദികർക്കൊരു വിലയുള്ളൂ. അവർക്ക് 1-ാം സ്ഥാനം അമ്മ വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ സഹായവും അമ്മ വഴി ചെയ്തേ പറ്റൂ. എൻ്റെ ചില മക്കളെല്ലാം അതുകൊണ്ട് സന്തോഷമായിരിക്കണം, നിങ്ങൾ ഹാപ്പി ആയിരിക്കണം.